ഹായ്, ഇന്ന് നമുക്കൊരു മീൻ പൊരിച്ചതാക്കിയാലോ? ഇന്ന് കുരുമുളക് പൊടിയിലായാലോ? നല്ല കുരുമുളക് പൊടി, ജീരകം ഇതെല്ലാം വറുത്ത് ഇനി നമുക്ക് മസാലക്കുള്ള ജീരകം എല്ലാം വറുത്ത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ പൊരിക്കുന്നതിന് വെറൈറ്റി ആയിട്ടോ ഈ കുരുമുളക് പൊടിയിൽ സാധാരണ പച്ച കുരുമുളകിലൊക്കെ എല്ലാം പൊരിച്ചെടുക്കുക. നല്ല ഉണങ്ങിയ ജീരകം ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ്. നമുക്ക് വറുത്ത ജീരകവും കുരുമുളകും നന്നാക്കി പൊടിച്ചെടുക്കട്ടെ. മിക്സിയിലിട്ട് പൊടിക്കുന്നതിനേക്കാളും നല്ലത് ഈ ചെറിയ കല്ലുവരലിട്ട് പൊടിച്ചെടുക്കുക നല്ലത്. ഈ കുരുമുളക് ഞാൻ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ച് ഉണക്കിയെടുത്തതാ. നല്ല നാടൻ, നല്ല എരിവും ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രത്യേക മസാലകളും ചേർക്കുന്നില്ല. നല്ല കുരുമുളക് പൊടിയും ജീരകവും ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടി പൊടിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ആരോഗ്യത്തിന് ദോഷങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ മീനിൽ മസാലകളൊക്കെ ചേർത്ത് പിടിപ്പിക്കുക കേട്ടോ. നന്നാക്കിയത് വരിഞ്ഞ് അതിലേക്കൊക്കെ മുളകിൻ്റെ പൊടികളാകണം. ഉള്ളോട്ടൊക്കെ എല്ലാം പിടിച്ച് എല്ലാം തേച്ചെടുക്കണം. ഉണ്ടാവും അതിൽ ഇപ്പോഴേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ, ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോടെ റെസ്റ്റ് എടുക്കട്ടെ. ഇനി മീൻ പൊരിച്ചെടുക്കാം. അപ്പം ചട്ടി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഇനി നമ്മളതിലേക്ക് മീനിടുകയാണേ. നമ്മുടെ മീൻ നന്നാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഊറ്റിയെടുക്കുന്നേ. ഇനി ബാക്കിയുള്ള മീനോട് അതുപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.